വചനമൊഴി ഫെബ്രുവരി 12. വചനഭാഗം റോമ 9:19-29, മത്തായിയുടെ സുവിശേഷം 6:1-4. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ സത്കർമ്മങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടാകില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുൻപിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. അങ്ങനെ നിന്റെ ധർമ്മദാനം രഹസ്യമായിരിക്കട്ടെ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈശോയിൽ സ്നേഹമുള്ളവരെ, 3 നോമ്പിന്റെ ബുധനാഴ്ചയാണ് നാം ഇന്ന് ആചരിക്കുന്നത്. 3 നോമ്പ് ഹൃദയൈക്യത്തോടുകൂടി കർത്താവിന്റെ പക്കലേക്ക് വരുവാനുള്ള ക്ഷണമാണ് നമുക്ക് നൽകുന്നത്. ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത്, പ്രാർത്ഥനകൾ കേവലം ചടങ്ങാക്കി മാറ്റരുത്. ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത്, നാം ചെയ്യുന്ന സത്കർമ്മങ്ങൾ നമ്മുടെ പ്രശംസയ്ക്ക് വേണ്ടി ആകരുത്. സത്കൃത്യങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ദൈവസാന്നിധ്യബോധം നമ്മിലുണ്ടായിരിക്കണമെന്നും സ്വന്തം പ്രശംസയോ നേട്ടമോ ലക്ഷ്യം വെച്ച് ആയിരിക്കരുത് എന്നുമാണ് ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നത്. രഹസ്യത്തിൽ കാണുന്ന ദൈവം സത്കൃത്യങ്ങൾക്ക് പ്രതിഫലം നൽകും. യഥാർത്ഥത്തിൽ സത്കൃത്യങ്ങൾ ചെയ്യുന്നതിലൂടെ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ സത്കൃത്യങ്ങൾക്കും ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുണ്ട്. അവിടുന്ന് അതിന് പ്രതിഫലം നൽകും. എന്നാൽ നമ്മുടെ സത്കൃത്യങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണ് തിരുവചനം പറയുന്നത്. കടമകൾക്കപ്പുറം നന്മ ചെയ്യുന്നതാണ് വിശുദ്ധിയുടെ അടയാളം. നമുക്ക് സത്കൃത്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, കടമകൾക്കും അപ്പുറം നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ വളരുന്നതിനും, നാം ചെയ്യുന്ന സത്കൃത്യങ്ങൾ ദൈവസന്നിധിയിൽ വിലയുള്ളതായി മാറ്റപ്പെടുന്നതിനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.